രാജ്ഭവൻ ഉണ്ണിത്താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കൂടോത്രം ചെയ്യുന്നു മറ്റുള്ള ഒരാളെ മോശക്കാരനാക്കാൻ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ വന്ന് ഭവിക്കാൻ എന്നുള്ളതല്ല. അദ്ദേഹം മോശക്കാരനായി പോകട്ടെ, അദ്ദേഹത്തെ നിഗ്രഹിക്കാൻ നടത്തുന്നു എന്നല്ല ഉണ്ണിത്താൻ ഉദ്ദേശിക്കുന്നത്. തനിക്കെതിരെ ഒരുപാട് കൂടോത്രങ്ങൾ വന്നിട്ടുണ്ട്, തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, തൻ്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷെ അതെല്ലാം കണ്ടെടുത്ത് നശിപ്പിച്ചിട്ടുമുണ്ട്. അതായത് കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ഒരു കോൺഗ്രസിന്റെ നേതാവും ജനപ്രതിനിധിയും ഒരു MP-യുമായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയാണ്. ഈ കോൺഗ്രസ്സുകാരനെ കുറിച്ച് ഒരക്ഷരം പോലും മറ്റു നേതാക്കൾ മിണ്ടുന്നില്ല. എന്താണ്, ഇദ്ദേഹത്തെ കൂടോത്ര പേടിയാണോ? മഞ്ജുഷ, ഈ നേതാവ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ശ്രീകുമാറൊക്കെ പറഞ്ഞതിനെ എല്ലാം ആ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നേതാവ് ആകുന്നത്, ജനങ്ങളുടെ നേതാവ് എന്നതൊരു വലിയ കാര്യമാണ്. ആ നേതാവ് ഒരു മാതൃകയായിരിക്കണം, ഒരു മാതൃകാ പുരുഷനായിരിക്കണം. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയുണ്ടല്ലോ ജനങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പറയുന്നതും ആ ചെയ്യുന്നതും, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ. ആകെ നോക്കുമ്പോൾ അദ്ദേഹം ആരാണ്? നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പ്രകാശ് മാസ്റ്റർ കുറേ പറഞ്ഞു. 100% ശരിയാണ്. അദ്ദേഹം എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, എത്രമാത്രം വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഭരണകർത്താവ് എന്ന നിലയ്ക്ക്, പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക്, മാത്രമല്ല സംഘടനാ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ച മാതൃകയുണ്ടല്ലോ, ഒരു ഉത്തമ നേതാവിൻ്റെ മാതൃകയാണ്. അങ്ങനെ ഒരു മാതൃകയാണോ ഈ പറഞ്ഞ ഉണ്ണിത്താൻ? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേരള സമൂഹത്തിൻ്റെ വളർച്ചയെ, കേരള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ, കേരള സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതിയെ, അതിൻ്റെ കാഴ്ചപ്പാടിനെ, അതിൻ്റെ വിജ്ഞാനത്തെ പുച്ഛിക്കുന്ന തരത്തിലായിപ്പോയി ആ വാക്കുകൾ എന്ന നിസ്സാരമായ കോൺഗ്രസിന്റെ ഈ പാർട്ടി ഓഫീസുകളിലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ നിന്നുമൊക്കെ ഈ കൂടോത്രം കണ്ടെടുക്കുമ്പോൾ അവിടെ ഉണ്ണിത്താൻ ഒരു സാന്നിധ്യമായി അവതരിക്കുകയാണ്. അതെന്താണ്? ഇപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട് എല്ലായിടത്തും ഉണ്ണിത്താനുണ്ടെന്ന്. അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടെടുത്ത് നശിപ്പിക്കുന്നയാൾ. തോന്നുന്നത് ഉണ്ണിത്താൻ്റെ ഒരു രീതി, ആർക്കെങ്കിലും ഒരു പരാജയം അല്ലെങ്കിൽ ഒരു പരാജയ ഭീതി അല്ലെങ്കിൽ ഒരു ക്ഷീണം, ശാരീരികമായ ക്ഷീണമോ രാഷ്ട്രീയമായ ക്ഷീണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഇവിടെ എന്തോ ഒരു കൂടോത്രമുണ്ട്, കൂടോത്രം ഞാൻ മാറ്റിത്തരാം, എനിക്ക് ആളുണ്ട് എന്ന് പറയുന്നതാണ് രീതി എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് VM സുധീരൻ്റെ അവിടെയും ഇപ്പോൾ പറഞ്ഞ K സുധാകരൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് നടന്ന മറ്റ് അന്വേഷണങ്ങളിലുമൊക്കെയും ഉണ്ണിത്താൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ്. ഒരുപക്ഷെ അദ്ദേഹം ജെന്യുവിനായിട്ട് വിശ്വസിക്കുന്നുണ്ടാവാം. പക്ഷേ ആ വിശ്വാസം കേരള സമൂഹം എത്ര കണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞു KPCCക്ക് അതൊരു ഗൗരവമേറിയ വിഷയമല്ല, ഒരു വിഷയമല്ല തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് അത് മറക്കാനാവുമോ? KPCCക്ക് പ്രശ്നമില്ലായിരിക്കാം. കാർത്തികേയൻ ഓർക്കുന്നുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ R ബാലകൃഷ്ണപിള്ളയുടെ രാജേന്ദ്ര മൈതാനിയിലെ പ്രസംഗം, പഞ്ചാബ് മോഡൽ പ്രസംഗം, അങ്ങനെ കത്തി നിന്നപ്പം കാർത്തികേയൻ എന്ന ധീരനായ നേതാവാണ്, യുവ നേതാവാണ്, യൂത്ത് കോൺഗ്രസ് നേതാവാണ് ബാലകൃഷ്ണപിള്ള രാജിവെച്ചേ മതിയാവൂ എന്ന് ആഞ്ഞു പ്രസ്താവിച്ചത്. ശ്രീകുമാറിനൊക്കെ അറിയാവുന്ന കഥയാണത്, ചരിത്രമാണ്, കേരള ചരിത്രത്തിലെ ചരിത്രം. അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം, അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയുമാണ് ഒരു കാലത്ത് MA ജോൺ വളർത്തിയെടുത്തത്. അതും ശ്രീകുമാർ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അതിനകത്തൊരു വ്യത്യാസം അല്ല, ഇന്ന് അതിന് സമാനമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അത് തൽക്കാലം ഒരു ആശ്വാസം നൽകുന്നതാണ് കോൺഗ്രസിൽ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണം കൂടി കേൾക്കാം. രാഹുലിന്റെ പ്രതികരണം. കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന, പാർട്ടിക്കെന്നല്ല, എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ്? മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും, പാർട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു
യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബൂത്തിലേക്ക് പോവുക. പിന്നെ മാത്രമല്ല, എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത്, ഇനിയിപ്പോൾ 1 വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. കോൺഗ്രസ് നേതാക്കൾ അത്രയെങ്കിലും പറഞ്ഞു. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അതുപോലും പറയാൻ ഇതിനകം തയ്യാറായിട്ടില്ല. അതിൽ VM സുധീരൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കേൾക്കുമ്പോൾ അല്ലേ, അത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. സുധീരൻ ഇതിൽ പ്രതികരിക്കണം. അദ്ദേഹത്തിന് എന്താണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ടില്ലേ? സുധീറിന്റെ വീട്ടിൽ നിന്നും കോഴിത്തലയോ? അതെ, 8 തവണ സുധീരന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതാണ്. അവിടെ ഉണ്ണിത്താൻ